ദേ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാം? നമ്മുടെ സ്വന്തം മറൈൻ ഡ്രൈവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ മറൈൻ ഡ്രൈവിലെത്തിയത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മറൈൻ ഡ്രൈവിൽ ദേ ആ കാണുന്ന കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോ കാണാനായിട്ടാണ് മറൈൻ ഡ്രൈവിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ മറൈൻ ഡ്രൈവിനടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഈ എക്സ്പോ റോബോട്ടിക് എക്സ്പോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് മൊത്തത്തിൽ കണ്ടുവരാം. എൻട്രൻസിൽ ആണെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഒക്കെ തന്നെ പടം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ ഒരു എൻട്രൻസ് ആണ് ഇവരിവിടെ ക്രമീകരിച്ച് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്കാകുന്ന ടിക്കറ്റ് 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പ്രവേശനം. അപ്പം നമുക്ക് അകത്ത് കയറി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കണേ. അകത്ത് കയറി ആദ്യം തന്നെ നമ്മൾ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ജുറാസിക് പാർക്കാണ് കേട്ടോ. റോബോട്ടിക് ആനിമൽസിൻ്റെ ജുറാസിക് പാർക്കിലേക്കാണ്. വലിയൊരു കൃഷ്ണപരുന്തിനെ തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിലും കാർട്ടൂണിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ആനിമൽസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബേഡ്സും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അത് ലൈറ്റൊക്കെ ഇട്ട് നല്ല സൗണ്ടൊക്കെ ഓരോ ആനിമൽസിൻ്റെ സൗണ്ടൊക്കെ തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു റോബോട്ടിക് റോബോട്ടിക് പാർക്കിൽ ആനിമൽസിൻ്റെ പാർക്കിൽ ചെന്ന പോലെയാണ് നമുക്ക് ഇതിനകത്ത് അനുഭവപ്പെടുന്നത്. കൊച്ചുകുട്ടികൾക്ക് ഇത് നമ്മുടെ ഒട്ടകപക്ഷിയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കൗതുകപ്രദമായ കാഴ്ചകളും സൗണ്ടുകളും ഒക്കെ തന്നെ ഇതിനകത്ത് കേൾക്കാനായിട്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവയെല്ലാം തന്നെ ക്രമീകരിച്ചത്. ദിനോസറിൻ്റെ കുഞ്ഞൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുട്ടയിൽ നിന്ന് വിരിയുന്ന ദിനോസറിൻ്റെ കുഞ്ഞിനെയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ സൂവ് ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, മൂങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. മൂങ്ങയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന വേഴാമ്പലമുണ്ട്, സൺ കൊണൂറൊക്കെ ഉണ്ട്. ഇതെല്ലാം റോബോട്ടിക്കായിട്ടുള്ള ആനിമൽസാണ്. എല്ലാം തന്നെ ചലിക്കുകയും മൂവ് ചെയ്യുകയും അതുപോലെ തന്നെ സൗണ്ടൊക്കെ തന്നെ ഇത് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കാണുന്നത് നമ്മുടെ വേഴാമ്പലാണ്. അങ്ങനെ ഒട്ടകപക്ഷിയുണ്ട്. അതുപോലെ തന്നെ തത്തയുണ്ട്. പഞ്ചവർണ്ണ തത്തയെ നമുക്ക് പെൻഗ്വിനെ കാണാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കാണുന്ന ഒരു അരുവിയാണ് കേട്ടോ. അവിടെയും പക്ഷികളൊക്കെ തന്നെ മൃഗങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഈ റോബോട്ടിക് സൂ നമുക്ക് തരുന്നത്. ഇവരിവിടെ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ദിനോസറൊക്കെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നല്ലതാണ്, നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ലത് തന്നെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ട് ഇനി നമ്മൾ പോകുന്ന റോബോട്ടിക് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളുള്ളത്. പറഞ്ഞു തരുന്നില്ല, ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കണം, അവന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം, ഹ്യൂമനോയിഡ് റോബോട്ട്. മനുഷ്യരെ പോലെ തന്നെ ചലിക്കുകയും ഷേക്ക് ഹാൻഡും ഒക്കെ തരികയും അതുപോലെ തന്നെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടോ. ആ കുഞ്ഞിന് പേടിയായി പോയി. അത് അങ്ങോട്ട് വന്നപ്പോഴത്തേന് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു റോബോട്ടിനെ കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ടിനെ നേരിട്ട് കണ്ട് കൂടെ ഇതിനൊപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഡോഗ്, അതായത് റോബോട്ടിക് ഡോഗാണ് കേട്ടോ. ഇതിന് നമ്മൾ മിക്ക എക്സ്പോകളിലും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. കൊല്ലത്തും അതുപോലെ തന്നെ കോഴിക്കോട്ടും എല്ലാം നടന്ന എക്സ്പോകളിൽ ഈ റോബോട്ടിക് ഡോഗിനെ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പം നമുക്ക് ഇതിനെക്കാട്ടിലും കൗതുകപ്രദമായത് നമ്മുടെ ഹ്യൂമനോയിഡ് റോബോട്ട് തന്നെയാണ്. ഇവൻ നമ്മുടെ അടുത്ത് വന്ന് കളിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്ന കാഴ്ച, അത് കൗതുകം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഒപ്പം ഇതുപോലെ നിൽക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അവർ നമുക്ക് ടാറ്റയൊക്കെ ഇങ്ങനെ തരും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ച. ഇത് കൊല്ലത്ത് വന്നിരുന്നു, പക്ഷേ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ എറണാകുളത്ത് വന്ന് കണ്ടത്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ശനി ഞായർ ദിവസങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും. ഇങ്ങനെ നിന്ന് ഫോട്ടോയൊന്നും എടുക്കാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിലുണ്ടല്ലോ, വർക്കിംഗ് ഡേയ്സിലൊക്കെ വരികയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഹ്യൂമനോട് റോബോട്ടിനോട് ഞാൻ ടാറ്റ പറഞ്ഞിട്ട് നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാം. അവിടെയും ഒരുപാട് കാഴ്ചകൾ നമുക്കായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ വർക്കിംഗ് ഡേയിൽ വരികയാണെങ്കിൽ ഇതുപോലൊക്കെ നിന്നിട്ട് നമുക്ക് റീലും ഫോട്ടോസും ഒക്കെ തന്നെ ഇവൻ്റെ കൂടെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ മെയിൻ താരം ഇവൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ധൂം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ്. ഈ കാണുന്നതാണ് ധൂം തിയേറ്റർ. അപ്പോഴേ നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ കാണുന്നുണ്ടോ, നമ്മൾ ഇഗ്ലു ഹോമിനെ പോലെ തന്നെ ഇരിക്കുന്ന ഇതിനകത്താണ് 360 ഡിഗ്രിയിൽ ധൂം തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന ടിക്കറ്റ് കാണിച്ചതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാം. അകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇങ്ങനെയാണ്. അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ഇവിടുത്തേത്. ഞാൻ ഒട്ടുമിക്ക ഷോകളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ ഈ ധൂം തിയേറ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവർ തുടങ്ങിയ കാലം മുതൽ ഇവരുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നു. എല്ലാവരും തന്നെ നമ്മളുടെ ചാനലിലൂടെ അത് കണ്ടിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം കൊച്ചിയിൽ നടക്കുന്ന ഈ സൂപ്പർ റിയാലിറ്റി എക്സ്പോ പൊളിയാണ് കേട്ടോ. മാരക സാധനം എന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല.
പുതിയ വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ട് ഇപ്പം ആകാശത്തെ സ്പേസിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ പോകുന്ന ആ ഫീലുണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് കിട്ടും. ചുറ്റും നോക്കിയാൽ ഇത് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ഒരു ഡ്രീം വേൾഡിലൊക്കെ പോയ, അതായത് ഡ്രീം വേൾഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മായ ലോകത്ത് പോയ ഒരു കാഴ്ചകളൊക്കെ തന്നെ ഒരുക്കിയായിട്ടാണ് ഈ സൂപ്പർ റിയാലിറ്റി ധൂം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. 100 രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് നമുക്ക് തരുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മാത്രം മതി. ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ഇടുക. അപ്പോഴേ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്കും മറ്റുള്ളവർക്കും അറിയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോഴേ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? എനിക്ക് അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത് അല്ലേ? ധൂം തിയേറ്ററിലെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെയായിട്ട് ഐസ്ക്രീം മേള നടക്കുന്നുണ്ട്. എല്ലാ വെറൈറ്റി ഐസ്ക്രീമും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പോപ്കോണിൻ്റെ മേളയും ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് വ്യാപാര വിപണന മേളയിലേക്കാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കേട്ടോ. 5 രൂപ 10 രൂപയ്ക്ക് തുടങ്ങുന്ന സാധനങ്ങൾ മുതൽ അങ്ങ് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വരെ നമുക്കൊരു കുടക്കീഴിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഒരു കുടക്കീഴിലല്ല, ഇതിനകത്തു നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ബുക്കുകളുടെ മേളയാണ് കേട്ടോ. ഇംഗ്ലീഷും മലയാളം എല്ലാ ബുക്കുകളും ഇവിടെയുണ്ട്. നമുക്കിനി മൊത്തത്തിൽ ഇവിടെ എല്ലാം നടന്ന് ഒന്ന് ചുറ്റി കണ്ടുവരാം. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ബാഗുകളും കീ ചെയിനുകളും ഒക്കെ തന്നെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പച്ചക്കറി പൂച്ചെടികളുടെയൊക്കെ വിത്തിനങ്ങളും ചെടികളും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ സ്റ്റാളുകളും ഇവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലേഡീസിനൊക്കെ ആവശ്യമായ കമ്മലുകൾ, വളകൾ, കീ ചെയിൻ, കമ്മലൊക്കെ കണ്ടോ ഒത്തിരിയുണ്ട്. കീ ചെയിനുകൾ, അതുപോലെ തന്നെ സ്ലൈഡുകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. പഴയകാല മിഠായികളുടെയൊക്കെ വലിയ ശേഖരമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അത്രയ്ക്ക് മിഠായികൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പുളിമുട്ടായി, ഇഞ്ചി മുട്ടായി, അങ്ങനെ തുടങ്ങി എല്ലാവിധ കപ്പലണ്ടി മുട്ടായി, മക്രോണി മുട്ടായി, അങ്ങനെ എല്ലാവിധ മിഠായികളും നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ ഹലുവയുടെ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കോഴിക്കോട് പോലും ഇല്ല ഇത്ര ഹലുവ വെറൈറ്റികളെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഹലുവയുടെ വെറൈറ്റികളുണ്ട്. ഡ്രൈ ഫ്രൂട്ട് ഹലുവ, ഇളനീര് ഹലുവ വരെയാണ് ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മൈസൂറി ചിപ്സുകളുടെ വലിയൊരു ശേഖരം തന്നെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വിവിധ തരം സ്റ്റാളുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഒരുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രാജസ്ഥാനി അച്ചാറുകളാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിനി ചെല്ലുന്നത് അതിവിശാലമായിട്ട് നമുക്കായിട്ട് ക്രമീകരിച്ചിട്ടുള്ള വലിയൊരു ഫുഡ് കോർട്ട് ഏരിയയിലേക്കാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തട്ടാണ്. ഇവിടെയാണല്ലോ ബജ്ജി ഐറ്റംസ്, അതായത് കോളിഫ്ലവർ ബജ്ജി ഐറ്റംസാണ് നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബജ്ജികളുണ്ട്, മുളക് ബജ്ജിയുണ്ട്, മുട്ട ബജ്ജിയുണ്ട്, അങ്ങനെ ഇതാണ് പാവ് ബജ്ജിയുണ്ട്. അതുപോലെ തന്നെ റൈസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇത് പാനിപ്പൂരിയാണ് കേട്ടോ. അതെ, ഇത് പാനിപ്പൂരി തന്നെയാണ് കേട്ടോ. അതും നമുക്കായിട്ട് ഇവിടെ വലിയൊരു ഫുഡ് കോർട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ കോഴിക്കോടൻ കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. കോഴിക്കോടൻ കിച്ചൺ ഇവിടെയാണെങ്കിലും ബജ്ജി ഐറ്റംസ് ഒരുപാട് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കപ്പയും മീൻകറിയും, അതുപോലെ തന്നെ ചിക്കൻ വറുത്തതും പൊരിച്ചതും എല്ലാം തന്നെ നമുക്കിവിടെയുണ്ട്. ഇവിടെ നിന്ന് ടോക്കൺ എടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെ വലിയൊരു ഫുഡ് കോർട്ട് ഏരിയ തന്നെയാണ് നമുക്കായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുലിക്ക് സർവത്തിൻ്റെയൊക്കെ ഒരു കടയുണ്ട്. അത്യാവശ്യം വലിയൊരു നീറ്റ് ആൻഡ് ക്ലീൻ ഫുഡ് കോർട്ട് തന്നെയാണ് നമുക്കായിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്.
ഫുഡൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയാണ് ഫാമിലി ഗെയിമിങ്ങിൻ്റെ സെക്ഷൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അത്യാവശ്യം നല്ല മഴ തന്നെയാണ് എറണാകുളത്ത് നമുക്ക് കിട്ടിയത്. അപ്പം ഗെയിംസുകളൊക്കെ തന്നെ ഒരുപാടുണ്ട്. ഇത് നമുക്ക് റിങ് എറിയുന്ന ഗെയിംസാണ്. 7 റിങ്ങിനാകുന്നത് 50 രൂപയാണ്. അതിനകത്ത് വീഴുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. അറിയാമല്ലോ, ഈ ഗെയിം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അത് ഷൂട്ടിങ്, ബലൂണ് വെച്ചിട്ടുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ 3 ബോൾ എറിഞ്ഞ് 50 രൂപയുടെ 3 ബോൾ മേടിച്ച് കഴിഞ്ഞാൽ അത് എറിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 300 രൂപ കിട്ടും. അതാണ് ഈ ഗെയിം. 300 രൂപ ഈ ഗെയിമിൽ നമുക്ക് പ്രൈസ് കിട്ടും. ഇത് ഷൂട്ടിങ്ങിൻ്റെ ഗെയിമാണ് കേട്ടോ. ഈ പുള്ളി ഉണ്ടല്ലോ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യും. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ് ഒന്ന് കാണാം, സ്കില്ല് കാണാം. ആ മഞ്ഞ ബലൂണ് പൊട്ടിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇനി എൻ്റെ ഊഴമാണ്. ഞാൻ ഭയങ്കര അഭ്യാസി ആയതുകൊണ്ടും വലിയൊരു വെടിക്കാരനായതുകൊണ്ടും നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ബലൂണും പൊട്ടി. അതുകൊണ്ടാണ് ഞാൻ ബലൂണുകളൊന്നും തന്നെ കാണിക്കാതിരുന്നത്. ഇത് കൂടാതെ തന്നെ ചെറിയ ഗണ്ണ് ഇവിടെ കിട്ടും. സൈലൻസറൊക്കെ വെച്ചിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് പൊട്ടിക്കാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ബോൾ കിട്ടും. ഏകദേശം 6 ബോളോളം ഉണ്ട്. 6 ബോളിന് 50 രൂപയാണ്. അത് ഏറ്റവും കൂടുതൽ ഏത് സ്പേസിലാണോ വീഴുന്നത് ആ അക്കം കൂട്ടിയിട്ട് നമുക്ക് മുകളിലിരിക്കുന്ന ഇത് ഏതാണോ പ്രൊഡക്റ്റ് കിട്ടുന്നത് അത് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നോണ്ട് നിരാശയായി പോയി കേട്ടോ. നിരാശയുടെ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ റൈഡുകൾ ഒന്നും തന്നെ ഇല്ല. അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല കേട്ടോ. വലിയൊരു ഗ്രൗണ്ട് വിശാലമായി തന്നെ തുറന്നു കിടക്കുന്ന കാഴ്ച. അപ്പോഴേ നല്ല മഴ വരുന്നുണ്ട്. അടുത്ത വണ്ടിക്ക് എനിക്ക് വീടെത്തേണ്ടതായിട്ടുണ്ട്. ജൂൺ 5-ന് തുടങ്ങിയ ഷോ 1 മാസക്കാലം ഇവിടെ കാണും. എല്ലാ ദിവസവും 2 മണി മുതലാണ് ഇവിടെ ഷോ തുടങ്ങുന്നത്. നമ്മൾ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് വലിയൊരു പാർക്കിംഗ് സ്പേസും ഇവിടെയുണ്ട്. അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ധൂം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടതിന് ശേഷം അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ പറയുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ കൊച്ചി.